ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനീഷ് ലേണിംഗ് BSc. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2023 കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സാണ്. ആദ്യത്തേത് 2023 ജനുവരിയിൽ ജാതി സെൻസസ് ആരംഭിച്ച സംസ്ഥാനം ഏത്? ബീഹാർ. 2023 ജനുവരിയിൽ ജാതി സെൻസസ് ആരംഭിച്ച സംസ്ഥാനമാണ് ബീഹാർ. അടുത്തത് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ കോൺഫറൻസിൽ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന വ്യവസായ വകുപ്പിൻ്റെ പദ്ധതി ഏത്? സംരംഭക വർഷം പദ്ധതി. സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ കോൺഫറൻസിൽ രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന വ്യവസായ വകുപ്പിൻ്റെ പദ്ധതിയാണ് സംരംഭക വർഷം പദ്ധതി. അടുത്തത് ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീം സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിതനായത് ചേതൻ ശർമ്മയാണ്. ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീം സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായി 2023 ജനുവരിയിൽ നിയമിതനായത് ചേതൻ ശർമ്മയാണ്. അടുത്തത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 15ാമത് ബഷീർ അവാർഡ് ലഭിച്ചത് എം മുകുന്ദൻ. അദ്ദേഹത്തിൻ്റെ കൃതി എന്നറിയപ്പെടുന്നത് നൃത്തം ചെയ്യുന്ന കുടകൾ എന്നാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 15ാമത് ബഷീർ അവാർഡ് ലഭിച്ച വ്യക്തിയാണ് എം മുകുന്ദൻ. അദ്ദേഹത്തിന് ബഷീർ അവാർഡ് നേടിക്കൊടുത്ത കൃതി എന്നറിയപ്പെടുന്നത് നൃത്തം ചെയ്യുന്ന കുടകൾ എന്നാണ്. അടുത്തത് ലോക ഹിന്ദി ദിനം എന്നറിയപ്പെടുന്നത് ജനുവരി 10-ാം തീയതിയാണ്. ലോക ഹിന്ദി ദിനം വരുന്നത് ജനുവരി 10-ാം തീയതി. അടുത്തത് 17ാമത് പ്രവാസി ഭാരതീയ കൺവെൻഷനിൽ പുറത്തിറക്കിയ സ്മരണിക തപാൽ സ്റ്റാമ്പുകളാണ് സുരക്ഷിത് ജായനും പ്രശിക്ഷിത് ജായനും. 17ാമത് പ്രവാസി ഭാരതീയ കൺവെൻഷനിൽ പുറത്തിറക്കിയ സ്മരണിക തപാൽ സ്റ്റാമ്പുകളാണ് സുരക്ഷിത് ജായൻ, പ്രശിക്ഷിത് ജായൻ എന്നിവ. അടുത്തത് US ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ചീഫ് ടെക്നോളജിസ്റ്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് AC ചരണിയ. US ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ചീഫ് ടെക്നോളജിസ്റ്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് AC ചരണിയ. അടുത്തത് 2023 അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഫെസ്റ്റിവലിൻ്റെ വേദിയാകുന്നത് അഹമ്മദാബാദ്. ഗുജറാത്തിലെ അഹമ്മദാബാദാണ് 2023 അന്താരാഷ്ട്ര ക്രിക്കറ്റ് ഫെസ്റ്റിവലിൻ്റെ വേദിയായത്. അടുത്തത് ആസ്തിയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവ് നേരിട്ട വ്യക്തിയെന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയത് ഇലോൺ മസ്കാണ്. ആസ്തിയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവ് നേരിട്ട വ്യക്തി എന്ന ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ വ്യക്തിയാണ് ഇലോൺ മസ്ക്. അടുത്തത് 2023 സുവർണ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമാണ് കെൽട്രോൺ. 2023 സുവർണ ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമാണ് കെൽട്രോൺ. അടുത്തത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ചത് അമർത്യ സെനാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച താർക്കികരായ ഇന്ത്യക്കാർ എന്ന പുസ്തകം രചിച്ച വ്യക്തിയാണ് അമർത്യ സെൻ. അടുത്തത് 26ാമത് ദേശീയ യുവജനോത്സവത്തിന് വേദിയായത് ഹുബ്ലി ധാർവാഡ്. കർണാടകയിലെ ഹുബ്ലിയിലെ ധാർവാഡിലാണ് 26ാമത് ദേശീയ യുവജനോത്സവത്തിന് വേദിയായത്. അടുത്തത് 2023 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്നറിയപ്പെടുന്നത് ആഗോള ശാസ്ത്രം ലോകക്ഷേമത്തിനായി. 2023 ദേശീയ ശാസ്ത്ര ദിനം വരുന്നത് ഫെബ്രുവരി 28-ാം തീയതിയാണ്. 2023 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ മുദ്രാവാക്യം എന്നറിയപ്പെടുന്നത് ആഗോള ശാസ്ത്രം ലോകക്ഷേമത്തിനായി എന്നാണ്. അടുത്തത് ഹോസോങ് 17 എന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച രാജ്യമേത്? ഉത്തര കൊറിയ. ഹോസോങ് 17 എന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച രാജ്യമാണ് ഉത്തര കൊറിയ. അടുത്തത് നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം പുറത്തുവിട്ട 2022 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും മലിനീകരണം നേരിടുന്ന നഗരം എന്നറിയപ്പെടുന്നത് ഡൽഹിയാണ്. നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം പുറത്തുവിട്ട 2022 റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ഏറ്റവും മലിനീകരണം നേരിടുന്ന നഗരം എന്നറിയപ്പെടുന്നത് ഡൽഹി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേരിടുന്ന നഗരം എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വായു മലിനീകരണം നേരിടുന്ന നഗരം എന്നറിയപ്പെടുന്നത് കൊച്ചി. ഇന്ത്യയിലാണെങ്കിൽ ന്യൂഡൽഹിയാണ്. അടുത്തത് 80ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ഒറിജിനൽ സോങ് വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച ഗാനം എന്നറിയപ്പെടുന്നത് നാട്ടുനാട്ടുമാണ്. ചിത്രം RRR ആണ്. 80ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ ഒറിജിനൽ സോങ് വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച ഗാനമാണ് നാട്ടുനാട്ടു. ചിത്രം വരുന്നത് RRR എന്ന ചിത്രത്തിൽ നിന്നാണ്. ഈ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് MM കീരവാണിയാണ്. ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ച വ്യക്തി എന്നറിയപ്പെടുന്നത് MM കീരവാണി. അടുത്തത് നയതന്ത്രജ്ഞരുടെ പരിശീലനത്തിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യമേത്? പനാമ.
നയതന്ത്രജ്ഞരുടെ പരിശീലനത്തിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യമാണ് പനാമ. അടുത്തത് 2023 15ാമത് പുരുഷ ഹോക്കി ലോകകപ്പിൻ്റെ വേദിയായത് ഒഡീഷയാണ്. ഒഡീഷയിലാണ് 2023 15ാമത് പുരുഷ ഹോക്കി ലോകകപ്പിൻ്റെ വേദിയായത്. അതിൻ്റെ ഭാഗ്യചിഹ്നം എന്നറിയുന്നത് 2023 15ാമത് പുരുഷ ഹോക്കി ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം എന്നറിയപ്പെടുന്നത് ഒലിയാണ്. ഒലി എന്ന ആമയാണ് 15ാമത് പുരുഷ ഹോക്കി ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഹോം ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ ഏകദിന സെഞ്ചുറി നേടുന്ന താരമെന്ന സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ റെക്കോർഡിന് ഒപ്പമെത്തിയ താരമാണ് വിരാട് കോഹ്ലി. ഹോം ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ ഏകദിന സെഞ്ചുറി നേടുന്ന വ്യക്തിയായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ. അദ്ദേഹത്തിൻ്റെ റെക്കോർഡിന് ഒപ്പമെത്തിയ വ്യക്തിയാണ് വിരാട് കോഹ്ലി. അടുത്തത് 2023 ഹരിവരാസനം പുരസ്കാരം ലഭിച്ച കവിയും സംവിധായകനുമായ വ്യക്തിയാണ് സുകുമാരൻ തമ്പി. 2023 ഹരിവരാസനം പുരസ്കാരം ലഭിച്ച കവിയും സംവിധായകനുമായ വ്യക്തി സുകുമാരൻ തമ്പിയാണ്. അടുത്തത് ദേശീയ യുവജന ദിനം എന്ന് ജനുവരി 12. ദേശീയ യുവജന ദിനം വരുന്നത് ജനുവരി 12ആണ്. സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. അടുത്തത് 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്റ്റീവൻ സ്പീൽബർഗാണ്. 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് സ്റ്റീവൻ സ്പീൽബർഗ്. അടുത്തത് ചിത്രശില്പ കലാരംഗത്തെ മികവിന് കേരള ലളിതകലാ അക്കാദമി നൽകുന്ന ഫെലോഷിപ്പുകൾ ലഭിച്ചത് പ്രഭാവതി മേപ്പയിൽ, ഷിബു നടേശൻ എന്നിവർക്കാണ്. ചിത്രശില്പ കലാരംഗത്തെ മികവിന് കേരള ലളിതകലാ അക്കാദമി നൽകുന്ന ഫെലോഷിപ്പുകൾ ലഭിച്ച വ്യക്തികളാണ് പ്രഭാവതി മേപ്പയിൽ, ഷിബു നടേശൻ. അടുത്തത് ചരിത്രത്തിൽ ആദ്യമായി പുരുഷന്മാരുടെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരം നിയന്ത്രിച്ച വനിതാ അമ്പയർമാരാണ് ജനനി നാരായണൻ, വൃന്ദ രതി, ഗായത്രി വേണുഗോപാലൻ. ചരിത്രത്തിൽ ആദ്യമായി പുരുഷന്മാരുടെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരം നിയന്ത്രിച്ച വനിതാ അമ്പയർമാരാണ് ജനനി നാരായണൻ, വൃന്ദ രതി, ഗായത്രി വേണുഗോപാലൻ. അടുത്തത് 2020 ക്രിക്കറ്റ് റാങ്കിംഗ് ചരിത്രത്തിൽ ആദ്യമായി 900 റേറ്റിംഗ് പോയിൻ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സൂര്യകുമാർ യാദവ്. 2020 ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ചരിത്രത്തിൽ ആദ്യമായി തന്നെ 900 റേറ്റിംഗ് പോയിൻ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സൂര്യകുമാർ യാദവ്. അടുത്തത് കേരള ലളിതകലാ അക്കാദമിയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പ്രഥമ ഇൻഡോ ബംഗ്ലാദേശ് ആർട്ട് എക്സ്ചേഞ്ച് പ്രൊജക്റ്റാണ് ക്രാന്തി. കേരള ലളിതകലാ അക്കാദമിയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പ്രഥമ ഇൻഡോ ബംഗ്ലാദേശ് ആർട്ട് എക്സ്ചേഞ്ച് പ്രൊജക്റ്റ് എന്നറിയപ്പെടുന്നത് ക്രാന്തിയാണ്. അടുത്തത് വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി നൽകാൻ തീരുമാനിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയേത്? കുസാറ്റ്. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി നൽകാൻ തീരുമാനിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് കുസാറ്റ്. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും നീളത്തിലുള്ള കടൽപ്പാലം നിലവിൽ വരുന്നത് മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളത്തിലുള്ള കടൽപ്പാലം നിലവിൽ വരുന്നത് മുംബൈ. അടുത്തത് നാസയുടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് കണ്ടെത്തിയ സൗരയൂഥത്തിന് പുറത്തുള്ള ആദ്യ ഗ്രഹം എന്നറിയപ്പെടുന്നത് LHS 475b ആണ്. നാസയുടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് കണ്ടെത്തുന്ന സൗരയൂഥത്തിന് പുറത്തുള്ള ആദ്യത്തെ ഗ്രഹമാണ് LHS 475b എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് പ്രകൃതി ദുരന്തങ്ങളാൽ ബാധിക്കപ്പെടുന്ന വികസ്വര രാജ്യങ്ങൾക്ക് മെഡിക്കൽ സാമഗ്രികൾ നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആരോഗ്യ മൈത്രി. പ്രകൃതി ദുരന്തങ്ങളാൽ ബാധിക്കപ്പെടുന്ന വികസ്വര രാജ്യങ്ങൾക്ക് മെഡിക്കൽ സാമഗ്രികൾ നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ആരോഗ്യ മൈത്രിയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് 2023 ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സുകളാണ്. കുറച്ച് തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.